ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ നമ്മളൊരു ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ചെറുതോ വലുതോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു വൈറ്റ് ബേസ് കോട്ട് കൊടുക്കുക. അതിനായിട്ട് വൈറ്റ് അക്രിലിക് പെയിൻറ്റോ അല്ലെങ്കിൽ ജെസ്സോ അപ്ലൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ക്യാമലിൻ്റെ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. ബ്ലൂ കളറ് അത് ഒരു കോട്ട് അല്ല 2 കോട്ടെങ്കിലും കൊടുക്കണം. മാക്സിമം 2 കോട്ടെങ്കിലും കൊടുക്കണം. കാരണം നമ്മൾ വൈറ്റ് അല്ലേ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു വൈറ്റ്, അപ്പോൾ അതുകൊണ്ട് ഒരു 2 കോട്ടെങ്കിലും മാക്സിമം കൊടുക്കണം. നന്നായിട്ട് ഉണക്കി എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റ്, ഇത് കട്ടി കുറഞ്ഞ ഗ്ലിറ്റർ ഫോം ഷീറ്റാണ്. ഇത് എനിക്കൊന്ന് വലിയ ഷീറ്റായിരുന്നു കേട്ടോ. 15 രൂപയാണ് ചെറിയൊരു ഷീറ്റിന്. ഇത് സ്റ്റിക്കിംഗ് ടൈപ്പും ഉണ്ട്, അതുപോലെ തന്നെ സാധാ കട്ടി കുറഞ്ഞതും ഗ്ലിറ്റർ അല്ലാത്തതും ഒക്കെ ഉണ്ട് കേട്ടോ. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അതിനൊപ്പം തന്നെ കളർ പേപ്പർ ആണെങ്കിൽ അതായാലും എടുത്താൽ മതി കേട്ടോ. ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കളേഴ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് പേപ്പർ പഞ്ച്. ഇത് പഞ്ചെന്ന് പറയും. അതായത് എനിക്കൊന്ന് കുട്ടികളുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവും. ഇത് ഒരെണ്ണമെങ്കിലും ഇല്ലാത്തവരുണ്ടാവില്ല. ഇപ്പോൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ എന്തായാലും ഒരെണ്ണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലവർ പഞ്ചാണിത്. ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടുന്ന പഞ്ചാണിത്. അപ്പോൾ ഇത് എനിക്കൊന്ന് 50 രൂപ മുതലുണ്ട് കേട്ടോ. ഓൺലൈനും ഉണ്ട്, ക്രാഫ്റ്റ് ഷോപ്പിലും എല്ലായിടത്തും കിട്ടും ഇപ്പം. അപ്പോൾ ഇത് പല ഷേപ്പിൽ ഫ്ലവേഴ്സ്, ലീഫൊക്കെ ഉണ്ട്. ഫ്ലവേഴ്സ് തന്നെ പല പല ഷേപ്പിലുള്ളതുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ പേപ്പർ ഉള്ളിലോട്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലവേഴ്സ് കിട്ടും. അപ്പോൾ കണ്ടില്ലേ, ചെറിയ പഞ്ചാണ്. അപ്പോൾ ചെറിയ ഫ്ലവേഴ്സാണ് കിട്ടുന്നത്. അപ്പോൾ വലുതും ഉണ്ട്, ഇതിൻ്റെ വലുതും ഉണ്ടാവും. അപ്പോൾ അത് ഇത്തിരി കൂടെ വലിയ ഷേപ്പിലുള്ള സാധനം കിട്ടും കേട്ടോ. അപ്പോൾ ഇതേ കണ്ടില്ലേ, നമുക്കിപ്പോൾ ചെറിയ ഫ്ലവേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചെറിയ കുപ്പിയല്ലേ, നമുക്കിത് മതിയാവും. അപ്പോൾ ഇത് കുറച്ച് ഫ്ലവേഴ്സ് ഇതുപോലെ പഞ്ച് ചെയ്ത് എടുക്കണം. അപ്പോൾ ഈസി പരിപാടിയാണ് കേട്ടോ. ഇത് വരയ്ക്കാനും കട്ട് ചെയ്യാനും ഒന്നും നിൽക്കണ്ട. പഞ്ചുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിൽ എന്തായാലും ഒരെണ്ണം ഉണ്ടാവാതിരിക്കില്ല ഇപ്പം. അപ്പം നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോണത് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ബ്രഷിൽ ഇതുപോലെ ഒന്ന് പതിയെ മുകളിൽ നിന്ന് താഴത്തുനിന്ന് മുകളിലോട്ടോ വരച്ച് ഇതുപോലെ ഒന്ന് കൊടുക്കണം. ഒന്ന് വളച്ചും ചരിച്ചും ഒക്കെ ഒന്ന് വരയ്ക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കുറച്ച് അകത്തി ഫുള്ളായിട്ട് കുപ്പി ഫുള്ളായിട്ട് കുറച്ച് വരച്ച് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് അക്രിലിക് പെയിൻറ്റ് ഇല്ലെങ്കിലും ബ്രഷ് ഇല്ലെങ്കിലും നമുക്ക് ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ 3D ഔട്ട്ലൈനറോ സാധാ ഔട്ട്ലൈനറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് കൊടുക്കാം. ബ്ലാക്കോ വൈറ്റോ ഏത് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ബ്ലൂ കളർ കൊടുത്തത് കൊണ്ടാണ് അതിൽ ഗ്രീൻ അറിയില്ല, ബ്ലാക്കും ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ വൈറ്റ് കൊടുക്കുന്നത്. അപ്പോൾ വൈറ്റ് അക്രിലിക് പെയിൻ്റാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ച് ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കാം. അത് കുറച്ച് ആ ഒരു കുപ്പിയുടെ കഴുത്ത് ഭാഗം തൊട്ട് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് അകത്തി വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫെവിക്കോൾ എടുക്കുക. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് തൊട്ടിട്ട് ഇതുപോലെ കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലവേഴ്സ് ഇതുപോലെ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇച്ചിരി അകത്തി വേണം നമ്മൾ ആ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ആ വരച്ചതിൻ്റെ മുകളിലൂടെ ഫെവിക്കോൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഫ്ലവേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കളേഴ്സൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച്. ഇപ്പോൾ ബ്ലൂ കളർ കൊടുത്തോണ്ടാണ് ഞാൻ യെല്ലോ കളർ ഫ്ലവർ എടുത്തത്, വൈറ്റും കളർ വരച്ചു കൊടുത്തത്. അപ്പോൾ കളർ കോമ്പിനേഷനൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുകയാണ് കുപ്പിയിൽ. കണ്ടില്ലേ, അപ്പോൾ കുറച്ച് അകത്തി കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും. അടുപ്പിച്ച് കൊടുക്കുമ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അകത്തി ഇതുപോലെ കൊടുക്കാം. അപ്പം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. മുകളിൽ നിന്നും നമ്മളൊരു ചെറിയ വര കൊടുത്തതിന് ശേഷം അതിൽ ഓരോ ഫ്ലവേഴ്സും വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ആ കഴുത്തിൻ്റെ ഭാഗത്ത്. അപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ തന്നെയല്ല കേട്ടോ, നമ്മൾ സാധാ ഫോം ഷീറ്റിൽ ചെയ്യാം, കളർ പേപ്പറിൽ ചെയ്യാം, വൈറ്റ് പേപ്പർ ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പഞ്ച് ഉണ്ടായാൽ മതി. അതും പല ഷേപ്പിലുള്ള പഞ്ച്, ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ലീവ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? എളുപ്പം ചെയ്യാവുന്നതാണ്. ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ.